الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തിനുള്ള വേദഗ്രന്ഥമാണ് എന്ന് നാം കഴിഞ്ഞ ഖുതുബയിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ, ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ ഖുർആൻ കേവലം പാരായണത്തിന് വേണ്ടി മാത്രം അവതീർണമായ ഗ്രന്ഥമല്ല, മറിച്ച് ഖുർആനിൻ്റെ ആശയ പഠനത്തിന് വിശ്വാസികളായ ആളുകൾ പ്രത്യേകം സമയം കണ്ടെത്തുകയും ഖുർആൻ തദബ്ബുർ ചെയ്യാൻ, അതിൻ്റെ ആശയസഹിതം പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. എന്തുകൊണ്ട് നമ്മൾ ഖുർആനുമായി നിരന്തരം ബന്ധം സ്ഥാപിക്കണം എന്ന ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ ചില മറുപടികളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വായിക്കാൻ സാധിക്കും. യഖറഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. നിശ്ചയമായും ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ഖിയാമത്ത് നാളിൽ
ഖുർആൻ ശുപാർശകനായി വരുന്നതാണ്. പരലോകത്തിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ നമ്മളെല്ലാവരും തനിച്ചാണ്, നമ്മുടെ അമലുകൾ മാത്രമാണ് ബാക്കിയുണ്ടാവുക. ഒരാളും മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത, നമ്മളെ സഹായിക്കാനോ ചേർത്തു പിടിക്കാനോ ആരുമില്ലാത്ത ഒരു വേദിയാണ് പരലോകത്തിൻ്റെ വേദി എന്ന് ഒട്ടനവധി ഹദീത്തുകളിലൂടെ, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ മനസ്സിലാക്കിയവരാണ് നമ്മൾ. ആ പരലോകത്ത് നമുക്ക് ശുപാർശകനായി, ഷഫീആയി വിശുദ്ധ ഖുർആൻ വരണമെങ്കിൽ ഖുർആനുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കണം. ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറണം. ഞാൻ ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായത്തിലെ 29-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വ അഖാമുസ്സലാത വ അൻഫഖു മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. തീർച്ചയായും അല്ലാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ, രഹസ്യമായും പരസ്യമായും റബ്ബ് നൽകിയ സമ്പത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ ആരാണോ അവർ ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാണ് നടത്തിയത് എന്നാണ്. അഥവാ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ്. വിശുദ്ധ ഖുർആൻ ഓതുക എന്നുള്ളത്, പാരായണം ചെയ്യുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ 10 പ്രതിഫലമുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അലിഫ് ലാം മീം എന്ന 3 വാചകങ്ങൾ, 3 ഹർഫുകൾ നമ്മൾ പാരായണം ചെയ്താൽ അതിന് 30 പ്രതിഫലമുണ്ട് എന്ന് സ്വഹീഹായ ഹദീത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അയാൾക്ക് ഖുർആൻ ശരിയായ രൂപത്തിൽ ഓതാൻ അറിയില്ല, പ്രയാസപ്പെട്ട് ഓതുകയാണ് എങ്കിൽ, ബുദ്ധിമുട്ടിയാണ് അയാൾ ഖുർആൻ ഓതുന്നത് എങ്കിൽ അയാൾക്കും വലിയ പ്രതിഫലമുണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മസലുല്ലദീ യഖറഉൽ ഖുർആന വഹുവ ഹാഫിദുൻ ലഹു മഅ സഫറത്തിൽ കിറാമിൽ ബററ വമസലുല്ലദീ യഖറഉൽ ഖുർആന വഹുവ യതആഹദുഹു വഹുവ അലൈഹി ശദീദുൻ ഫലഹു അജ്റാൻ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കി അത് പാരായണം ചെയ്യുന്ന ആളുകൾ അവർ സമാധരണീയരും പുണ്യാത്മാക്കളുടെയും കൂടെയാണ് എന്നാണ് ഒന്നാമത്തെ ഭാഗം. ഖുർആൻ പഠിച്ചോതുന്ന ആളുകൾ അവർ കിറാമിൻ ബറർ, അവർ പുണ്യാത്മാക്കളുടെ കൂടെയാണ്. എന്നാൽ പ്രയാസത്തോടുകൂടെ തപ്പിത്തടഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ അവർക്ക് ഫലഹു അജ്റാൻ, അവർക്ക് 2 പ്രതിഫലമുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഹദീത്തുകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രയാസവുമില്ലാത്ത കാര്യമാണ് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ഖുർആൻ പാരായണത്തിന് പ്രത്യേകം സമയം നിശ്ചയിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക അത് നമുക്കറിയണം. ആ സമയം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ പാടില്ല. എല്ലാ ദിവസവും ഒരു വിശ്വാസിയായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസം പോലും കടന്നു പോകാൻ പാടില്ല. കാരണം നമുക്കുള്ള വഴികാട്ടിയാണ്, നമുക്കുള്ള മാർഗദർശനമാണ് ഖുർആൻ എന്നുള്ളത്. ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെയൊക്കെ കൈകളിൽ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകൾ, പല ആളുകളും എത്രയോ ആപ്പുകൾ, ഏറ്റവും നല്ല വിശുദ്ധ ഖുർആൻ നന്നായി ഓതാൻ സാധിക്കുന്ന, കേൾക്കാൻ സാധിക്കുന്ന ആപ്പുകളൊക്കെ ഇന്ന് ലഭ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാം, ഖുർആൻ ഓതാൻ പറ്റുന്ന അനുകൂലമായ സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇവിടെ നമ്മുടെ സമൂഹം മറന്നുപോയൊരു സുന്നത്തുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, വിശുദ്ധ ഖുർആൻ എല്ലാ മാസവും പാരായണം ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ഞാൻ ആ വാചകം ഒന്നുകൂടെ പറയാം. വിശുദ്ധ ഖുർആൻ എല്ലാ മാസവും ഓതൽ എന്താണ്, സുന്നത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഖ്റഇൽ ഖുർആന ഫി കുല്ലി ഷഹർ, എല്ലാ മാസവും നിങ്ങൾ എന്ത് ചെയ്യണം, ഖുർആൻ ഓതണം. അപ്പോൾ ഒരു മാസത്തിൽ ഒരു തവണ പൂർണ്ണമായി ഖുർആൻ ഓതി തീർക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു
അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസ് പഠിപ്പിക്കുന്നത്, യഖ്റഇൽ ഖുർആന ഫീ കുല്ലി ഷഹർ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഖുൽതു ഇന്നി അജിദൂനി അഖ്വാ മിൻ ദാലിക്. നബിയെ, എനിക്കൊരു മാസമൊന്നും വേണ്ട ഓതി തീർക്കാൻ, വളരെ കുറച്ച് സമയം മതി. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുമ്പ് ഞാൻ ഓതി തീർക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദം ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ല അശറത അയ്യാമിൻ, നീ 10 ദിവസം കൊണ്ട് ഓതി തീർത്തോ. ഒരു മാസം കൊണ്ട് ഓതി തീർക്കാൻ പറഞ്ഞപ്പോൾ അതിനേക്കാൾ കുറച്ച് ദിവസം മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ വാചകം. ഈ ഹദീസിൽ പല റിവായത്തുകളിൽ പല രൂപത്തിൽ വന്നിട്ടുണ്ട്. ഒടുവിൽ അദ്ദേഹം പറയുന്നത് അതിനേക്കാൾ 10 ദിവസം പറഞ്ഞപ്പോൾ അത്ര ദിവസം വേണ്ട, അതിനു മുമ്പ് എനിക്ക് ഖുർആൻ ഓതി തീർക്കാൻ പറ്റുമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്, ഫഖ്റഉ ഫീ കുല്ലി 30, 3 ദിവസം, ഏറ്റവും ചുരുങ്ങിയത് ഒരാൾ 3 ദിവസം കൊണ്ട് മാത്രമേ ഖുർആൻ ഓതി തീർക്കാൻ പാടുള്ളൂ. ഒരാൾ ഖുർആൻ ഒരു ദിവസം കൊണ്ട് ഓതി തീർക്കുക എന്നതല്ല ശരിയായ രീതി, 3 ദിവസം കൊണ്ട് ഓതി തീർക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ അയാളൊരു നിയ്യത്ത് വെക്കണം, എനിക്ക് ഖുർആൻ ഇന്ന സമയം കൊണ്ട് ഓതി തീർക്കണം, അങ്ങനെയാണെങ്കിൽ അനുവദനീയമാണ്. അല്ല എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസം, ആ 3 ദിവസം കൊണ്ടെങ്കിൽ ആണ് ഒരാൾ ഖുർആൻ ഓതി തീർക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ അവർ 3 ദിവസം കൊണ്ട് ഖുർആൻ ഓതി തീർത്ത ആൾക്കാരാണ്. ഒരു രാത്രി കൊണ്ട് ഓതി തീർത്ത ആളുകളുണ്ട്, ഇല്ല എന്നല്ല. നമുക്ക് ഒരു വർഷത്തിൽ ഒരു തവണ തന്നെ ഓതുന്ന ആളുകൾ നമ്മളിൽ കുറവാണ്. അതന്നെ റമദാനിലാണ് കുറച്ചെങ്കിലും അധികം ആളുകൾ ഖുർആൻ ഓതുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു മാറ്റം വന്ന് റമദാൻ വരാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു മാറ്റമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിന് പ്രത്യേകമായ സമയം കണ്ടെത്തുകയും ആ സമയങ്ങളിൽ ഖുർആൻ ഓതുകയും ചെയ്യുന്ന, ഖുർആൻ ഓതി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. ഒരു ദിവസം എല്ലാ നമസ്കാരത്തിൻ്റെയും മുൻപും ശേഷവുമായി 2 പേജുകൾ നമ്മൾ ഓതിയാൽ, 2 ഏടുകൾ, ഒരു പേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ 2 പുറവും, ആ 2 പുറവും ഒരു നമസ്കാരത്തിൻ്റെ ശേഷം 2 പേജുകൾ, ആ 2 പുറം 2 ഭാഗവും നമ്മൾ ഓതി തീർത്താൽ ഒരു ദിവസം നമുക്കൊരു ജുസ് ഓതാൻ പറ്റും. മദീന മുസ്ഹഫിൽ, മദീന പ്രിന്റിൽ ഇറങ്ങുന്ന ഖുർആനിലെ 10 ഏടുകളാണ്, അഥവാ 10 പേജുകൾ, 2 പുറമുള്ള 10 പേജുകൾ, അതാണ് ഒരു ജുസ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു നമസ്കാരത്തിൻ്റെ മുൻപോ ശേഷമോ 2 പേജുകൾ നമ്മൾ പാരായണം ചെയ്താൽ ഒരു ദിവസം നമുക്ക് ഒരു ജുസ് ഓതാൻ പറ്റും. ഒരു മാസമാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു 30 ജുസ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം ഒരു തവണ ഖുർആൻ ഓതി തീർക്കുന്ന ഒരു ദറജയിലേക്ക് എത്താൻ വേണ്ടി പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ പരിശ്രമിക്കേണ്ടതുണ്ട്. കേവലം റമദാനിൽ മാത്രമല്ല, അല്ലാത്ത സമയങ്ങളിലും ഖുർആനുമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ബന്ധപ്പെടണം. അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പാരായണം ചെയ്യേണ്ട കുറേ സൂറത്തുകളുണ്ട്. നമ്മുടെ എല്ലാ ദിവസവും ഖുർആനിലെ ചില ആയത്തുകൾ, ചില സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. നമ്മൾ ചെറിയ കർമ്മങ്ങൾ കൊണ്ട് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായത്തിൻ്റെ പേര് സൂറത്തുൽ മുൽക്ക് എന്നാണ്. സൂറത്തുൽ മുൽക്ക് എന്താ? സൂറത്തുൽ മുൽക്കിൻ്റെ പ്രത്യേകത എന്താ? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തു തബാറക ഹിയ അൽ മാനിഅതു മിൻ അദാബിൽ ഖബർ. ഒന്നാമത്തെ മഹത്വതാണ്. എന്താ ഹദീസിലുള്ളത്? ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയ ഹദീസാണിത്. എന്താ അദ്ദേഹം നബി പറഞ്ഞ വാചകം എന്താ? ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ മുൽക്ക്. ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്. ഖബറിൽ അദാബുണ്ട് എന്ന് നമുക്കറിയാം, ഖബറിൽ ശിക്ഷയുണ്ട്. ആ ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് സുരക്ഷിതത്വം ലഭിക്കുന്ന, നമുക്ക് രക്ഷ നൽകുന്ന അധ്യായമാണ് ഏത്? സൂറത്തുൽ മുൽക്ക്. അത് സൂറത്തുൽ മുൽക്കിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞൊരു മനുഷ്യൻ അയാളെ ഖബറിലേക്ക് വെക്കപ്പെട്ടാൽ അയാളുടെ ഖബറിൽ അയാളുടെ കാലിൻ്റെ ഭാഗത്തുകൂടെ എന്ത് ചെയ്യും? ശിക്ഷ വരും, അയാൾക്കുള്ള ശിക്ഷ വരും. അപ്പോൾ പറയപ്പെടുന്നതാണ്, ലൈസ ലക്കും അലാമാ ഖിബലി സബീലുൻ കാന യഖൂമു യഖറഉ ഫീ സൂറത്തുൽ മുൽക്ക്. അപ്പോൾ ഈ സൂറത്തുൽ മുൽക്ക് വന്നിട്ട് അവിടുന്ന് പറയുന്നതാണ്, ഇയാൾ സൂറത്തുൽ മുൽക്ക് ഓതിയ ആളാണ്, അതുകൊണ്ട് തന്നെ ഇതിലെ ശിക്ഷ വരാൻ പാടില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മധ്യഭാഗത്തുകൂടെ എന്ത് ചെയ്യും? ശിക്ഷ വരാൻ തുടങ്ങും. അപ്പോഴും പറയപ്പെടുമെന്നാണ് ഇയാൾ സൂറത്തുൽ മുൽക്ക് ഓതിയ ആളാണ്. അങ്ങനെ ആ മനുഷ്യനെ ഖബറിലെ ശിക്ഷയിൽ നിന്ന് സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന അധ്യായം അയാൾക്കൊരു കവചമായി, ഒരു മാനിയായി, ഒരു മറയായി നിൽക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹായ ഹദീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴാണ് നമ്മൾ സൂറത്തുൽ മുൽക്ക് ഓതേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ രാത്രിയിലും
ഉറങ്ങണീന് മുമ്പ് സൂറത്തുൽ മുൽക്ക് ഓതണം എല്ലാ രാത്രിയിലും. അതിലാകെ 30 ആയത്താണുള്ളത്. പ്രവാചക തിരുമേനി പറഞ്ഞു, ഇന്ന സൂറത്തൻ മിനൽ ഖുർആൻ 30 ആയ. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിൽ 30 ആയത്തുകളാണുള്ളത്. ഷഫാഅത്ത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു വഹിയ സൂറത്തു തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. നബി പറയാണ്, ആ സൂറത്തിൽ 30 ആയത്താണ്. ആ സൂറത്ത് എന്ത് ചെയ്യും? പാരായണം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അത് ശുപാർശ ചെയ്യും. ആ സൂറത്ത് ഏതാ? സൂറത്തുൽ മുൽക്കാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന അധ്യായമാണ്. അപ്പം എന്ത് വേണം? 30 ആയത്തുള്ള സൂറത്തുൽ മുൽക്ക് എല്ലാ രാത്രിയിലും എന്ത് ചെയ്യുക? നമ്മൾ ഓതണം. അത് സുന്നത്തായ കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന സൂറത്തൻ മിൻ കിതാബില്ലാഹി അസ്സ വജല്ല മാ ഹിയ ഇല്ലാ 30 ആയ ശഫഅതു ലിറജുലിൻ ഫഅഖറജതഹു മിനൻ നാർ വഅദ്ഖൽതുഹുൽ ജന്ന തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. എന്താ ഈ ഹദീസിലേക്ക് അർത്ഥം എന്നറിയോ? ഒരു വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, 30 ആയത്താണ് ആ സൂറത്തിലുള്ളത്. ആ സൂറത്ത് അതിൻ്റെ വക്താവിന് വേണ്ടി, അത് ഓതുന്ന ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ശുപാർശ പറയും. അതോടൊപ്പം തന്നെ അയാളെ നരകത്തുനിന്ന് മോചിപ്പിക്കും, അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു സൂറത്ത്. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ആലോചിച്ച്, ഈ സൂറത്ത് നമ്മളിൽ ആർക്കൊക്കെ അറിയാം? വിശുദ്ധ ഖുർആനിലെ ഈ അധ്യായം അത് കാണാതെ പഠിക്കുന്ന 30 ആയത്താണാകുള്ളത്. 30 ആയത്ത്. നമ്മളിൽ ആരൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട്? ഇതാരൊക്കെ പാരായണം ചെയ്യാറുണ്ട്? വിശ്വാസികളായ നമ്മളോട് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിഷയമാണ് ഈ അധ്യായം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പാരായണം ചെയ്യണം. അതുകൊണ്ട് തന്നെ മനസ്സിലുണ്ടാകണം. 67-ാമത്തെ അധ്യായം, വിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായം. ഖുർആനിൽ 30 ജുസ്ഇലെ അവസാനത്തെ ജുസ് അമ്മ ജുസ്, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ജുസിനാണെന്ന് പറയാം തബാറക ജുസ് എന്നാ പറയാം. ആ ജുസ് ആരംഭിക്കുന്നത് സൂറത്തുൽ മുൽക്ക് കൊണ്ടാണ്. അതുകൊണ്ട് ആ സൂറത്ത് ഒന്ന് പഠിക്കാൻ നമ്മൾ തീരുമാനിക്കുക. മനസ്സ് വെച്ചാൽ, നമ്മൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ സൂറത്ത് പഠിക്കാൻ നമുക്ക് സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, കാന ലാ യനാമു ഹത്താ യഖറഅ. എന്താ ഹദീസിലെ വാചകം? കാന ലാ യനാമു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറില്ല. ജാബിർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഹദീസാണ്. കാന ലാ യനാമു ഹത്താ യഖറഅ, പാരായണം ചെയ്യുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറില്ല. ഏത് പാരായണം ചെയ്യുന്നത് വരെ? അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ വതബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറയുന്ന അധ്യായങ്ങൾ. അഥവാ സൂറത്തു സജദയും സൂറത്തു മുൽക്കും, സൂറത്തുൽ മുൽക്കും, ഈ 67-ാമത്തെ അധ്യായവും സൂറത്തു സജദയും പാരായണം ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഉറങ്ങാറില്ല. ഇമാം തുർമുദി ധരിക്കുന്ന ഹദീസാണ്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സ്വഹീഹാണ് എന്ന് രേഖപ്പെടുത്തി. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു വിശ്വാസിയായ മനുഷ്യൻ അവൻ സൂറത്തുൽ മുൽക്ക് എന്ത് ചെയ്യണം? എല്ലാ രാത്രിയിലും ഓതണം. അതേപോലെ സൂറത്തു സജദയും ഓതണം. ഒരു പക്ഷെ നമുക്കിതിപ്പോൾ കാണാതെ അറിയില്ല. എന്താ ചെയ്യുക? നോക്കിയോ നമുക്ക് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് എത്രയോ ആളുകൾ അവരുടെ മൊബൈൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയാണ് നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുന്നത്. ഉറക്കം വരുവോളത് കണ്ടുകൊണ്ടാണ്. റീലുകൾ കണ്ടും അതേപോലെ തന്നെ പലതും ആവശ്യമില്ലാത്ത പലതും കേട്ടാണ് നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും വർത്തമാന കാലഘട്ടത്തിൽ ഉറങ്ങാൻ കിടക്കുന്നത്. സഹോദരങ്ങളെ, അതേ ഫോൺ ഉപയോഗിച്ച് സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്താൽ എന്താ പ്രവാചകന്റെ അധ്യാപനം? 1 ഖബറിലെ ശിക്ഷ, അതിന് രക്ഷ കിട്ടും. 2 സ്വർഗത്തിൽ പ്രവേശിക്കും. 3 നരകത്തുനിന്ന് മോചിപ്പിക്കും. അതിൻ്റെ വാക്താവിന് എന്ത് ചെയ്യും? അത് ശുപാർശ ചെയ്യും. എന്താ ചെയ്യേണ്ടത്? വിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുൽക്ക് ആകെ 30 ആയത്ത്. ആ 30 ആയത്ത് നമ്മൾ ഒന്ന് പഠിച്ച് ഓതിയാൽ മതി. അതുകൊണ്ട് തന്നെ ഒന്ന് മനഃപ്പാടമാക്കാൻ നമ്മൾ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ അറിയാത്ത ആളുകൾ എന്ത് ചെയ്യണം? അത് അവരുടെ ജീവിതത്തിൽ അവർ നോക്കി ഓതി പഠിക്കുക. ഒരു 10, 15, 20 ദിവസം നമ്മൾ നോക്കി ഓതിയാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് കാണാൻ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദ, ആ സുന്നത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദിനേന അവൻ പാരായണം ചെയ്യേണ്ട ഒരു അധ്യായം. 2, വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫ് വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അധ്യായമാണ്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ അളാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅതൈൻ. സ്വഹീഹായ ഹദീസാണ്. ഇമാം ഹാക്കിം ഉദ്ധരിച്ച, ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസാണ്. എന്താ ഹദീസിലുള്ളത്? ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുകയാണെങ്കിൽ ആ 2 ജുമാകൾക്കിടയിലുള്ള അത്രയും പ്രകാശം അവന് ലഭിക്കുന്നതാണ്. എത്ര വലിയ നേട്ടമാണ്! സമാനമായ മറ്റൊരു ഹദീസ് കാണാം, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ
സതഅ ലഹു നൂറൻ മിൻ തഹ്തി ഖദമിഹി ഇലാ അനാനിസ് സമാ യുദീഉ ബിഹി ഇലാ യൗമിൽ ഖിയാമ വഗുഫിറ ലഹു മാ ബൈനൽ ജുമഅതൈൻ. നേരത്തെ പറഞ്ഞ ഹദീത്തിന്റെ കൂടെ മറ്റു ചില ഫضലുകൾ കൂടെ ചേർത്തുള്ളതാണ് ഈ ഹദീത്ത്. ഈ ഹദീത്തിൽ പറഞ്ഞ എന്താ? ഇബ്നു മർലാന് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അവന്റെ കാൽപാദം മുതൽ വാനോളം വരെ പ്രകാശം ഖിയാമത്ത് നാളിൽ അവന് ലഭിക്കും. നമ്മളെ കാൽപാദം മുതൽ ആകാശം വരെ നമുക്ക് എന്ത് ചെയ്യും? പ്രകാശം ലഭിക്കും. 2 ജുമാകൾക്കിടയിലുള്ള അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. എന്താ ചെയ്യേണ്ടത്? വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. ഒന്ന് മനസ്സ് വെച്ചാൽ വെള്ളിയാഴ്ച പള്ളിയിലേക്കൊന്ന് നേരത്തെ വന്ന് 110 ആയത്തുകളാണ് സൂറത്തുൽ കഹ്ഫിലുള്ളത്. 110ഓളം ആയത്തുകൾ, വളരെ ചെറിയ ചെറിയ ആയത്തുകളാണ്. നമ്മൾ വിചാരിച്ചാൽ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഓതി തീർക്കാൻ സാധിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ്. അത് കാണാതെ പഠിക്കണം എന്നല്ല പറയുന്നത്, കാണാതെ പഠിച്ചത് ഏറ്റവും നല്ലതാണ്. നോക്കി ഓതാൻ വെള്ളിയാഴ്ച ദിവസങ്ങൾ നോക്കി ഓതുന്ന ആളുകളെങ്കിലും ആകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ഏത് സമയം മുതൽ ഓതാം? വ്യാഴാഴ്ച ദിവസം മഗ്രിബിൻ്റെ നമസ്കാരം കഴിഞ്ഞത് മുതൽ വെള്ളിയാഴ്ച മഗ്രിബിൻ്റെ സമയം വരെയുള്ള നേരമുണ്ട്. വെള്ളിയാഴ്ച മഗ്രിബ് വരെ, മഗ്രിബിൽ ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള സമയം, അതാണ് ഇസ്ലാമിലെ ഒരു ദിവസം. അറബി കലണ്ടറിലെ ഒരു ദിവസം അങ്ങനെ കണക്കാക്കുക. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച മഗ്രിബിൻ്റെ ബാങ്ക് കൊടുത്തത് മുതൽ ആ നിസ്കാരം കഴിഞ്ഞത് മുതൽ എന്ത് ചെയ്യുക? വെള്ളിയാഴ്ച ദിവസം അസർ കഴിഞ്ഞ് മഗ്രിബിൻ്റെ സമയം വരെയുള്ള ആ സമയത്തിനിടയിൽ നമുക്ക് സൂറത്തുൽ കഹ്ഫ് ഓതാം. അത് ഓതിയാൽ വലിയ പുണ്യമുണ്ട്. അത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഓതണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീത്താണ്. മറ്റൊരു ഹദീത്തിൽ കാണാം, മഹാനായ അബീ ദർദാ റളിയല്ലാഹു അൻഹു സൂറത്തുൽ കഹ്ഫുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, മൻ ഹഫിള 10 ആയാത്തിൻ മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫ് ഉസിമ മിനദ് ദജ്ജാൽ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ്. എന്താ ഹദീത്തിലുള്ളത്? ആരെങ്കിലും സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിലെ 10 ആയത്തുകൾ മനപ്പാഠമാക്കിയാൽ അവൻ ദജ്ജാലിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടു. ഈ ലോകത്തേക്ക് കടന്നു വന്ന എല്ലാ നബിമാരും താക്കീത് നൽകിയ ഏറ്റവും വലിയ ശിക്ഷ എന്താ അറിയോ? ഏറ്റവും വലിയ പരീക്ഷണം എന്താ അറിയോ? ദജ്ജാലാണ്. ആ ദജ്ജാലിൽ നിന്ന്, ആ ദജ്ജാൽ വരും, അത് നമ്മുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ദജ്ജാലിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. വലിയ വളരെ വിശാലമായ വിഷയമാണ്. ലോകാവസാനത്തിൻ്റെ മുന്നോടിയായി സംഭവിക്കുന്ന ഏറ്റവും 10 വലിയ അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളിൽ ഒന്നാണ് ദജ്ജാൽ വരിക എന്നുള്ളത്. ആ ദജ്ജാലിൽ നിന്ന് എന്ത് ചെയ്യും? സംരക്ഷണം ലഭിക്കുന്ന കാര്യമാണ് ഏത്? സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്ത് കാണാതെ പഠിക്കുക. മറ്റൊരു ഹദീത്തിലെ അവസാനത്തെ 10 ആയത്ത് എന്ന് വന്നിട്ടുണ്ട്. 2 പഠിച്ചാൽ മതി. അപ്പോൾ ദജ്ജാലിന് എന്ത് ചെയ്യും? നമുക്ക് സംരക്ഷണം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പാരായണം ചെയ്യേണ്ട കുറേ സൂറത്തുകളുണ്ട്, ആയത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് പഠിക്കാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് ധാരാളം ആളുകൾ ശ്രദ്ധിച്ച, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന, വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ, അവരെല്ലാവരും ശ്രദ്ധിച്ച 3 സംഭവങ്ങൾ. അതിലൊന്ന്, ഒരു സ്കൂൾ വിദ്യാർത്ഥി, +1 +2 പഠിക്കുന്നൊരു വിദ്യാർത്ഥി തൻ്റെ അധ്യാപകൻ്റെ മുഖത്ത് നോക്കി താങ്കളെ ഞാൻ തീർത്ത് കളയും, കൊന്നുകളയുമെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഒരുപക്ഷെ പലരും കണ്ടിട്ടുണ്ടാകാം. അതിൻ്റെ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് തൻ്റെ മാതാവിനെ നിഷ്ഠൂരമായി കൊല്ലുന്നത്. ഇന്നലെയാണ് സൗദി അറേബ്യയിലെ പത്രങ്ങൾ പുറത്തുവിട്ട, അവിടെയുള്ള മലയാള പത്രങ്ങൾ പുറത്തുവിട്ട ഒരു വാർത്ത. ഇന്ത്യക്കാരനായ ഒരു മനുഷ്യൻ, അയാളുടെ മകനെ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ സ്വന്തം പിതാവിൻ്റെ കൂടെ മകൻ അവിടെ ജോലി ചെയ്യാൻ വേണ്ടി ചേർന്നതാണ്. അവിടെ വെച്ച് ആ പിതാവിൻ്റെ കഴുത്ത് ഞെരിച്ച് ആ മകൻ സ്വന്തം പിതാവിനെ കൊല്ലുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ 3 വാർത്തകൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ കേട്ടതാണ്. നമ്മളെ പേടിപ്പിക്കുന്ന, വല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്ന വാർത്തകളാണിതെല്ലാം. എന്തുകൊണ്ടായിരിക്കാം ഇത്തരം വാർത്തകൾ, ഇത്തരം സംഭവങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരൊറ്റ വാചകമേ നമുക്കതിന് പറയാൻ പറ്റുള്ളൂ. ഈ തിന്മകളുടെയൊക്കെ പിറകിൽ മദ്യവും
മയക്കുമരുന്നുമാണ്. ഇത്തരം തോന്നിവാസങ്ങൾ കാട്ടിയ ആളുകളുടെ പിന്നാമ്പുറം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ മദ്യത്തിനടിമപ്പെട്ട് അല്ലെങ്കിൽ മയക്കുമരുന്നിനടിമപ്പെട്ടാണ് ഇത്തരം വാക്കുകൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും. തനിക്ക് വിദ്യ പകർന്നു നൽകുന്ന അധ്യാപകൻ്റെ മുഖത്ത് നോക്കി നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, ഒരു സാമാന്യ ബോധമുള്ളൊരു വിദ്യാർത്ഥി ഒരിക്കലും പറയാത്ത വാചകമാണ്. നമ്മുടെ കാലഘട്ടത്തിൽ മുതിർന്ന ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. 60, 70, 80 ഒക്കെ വയസ്സായ ആളുകൾ. നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിലെ കുട്ടികൾ ആ മുതിർന്ന ആളുകളോട് സംസാരിക്കണം. അവരോട് അവരുടെ അധ്യാപകരുമായി ഇടപെട്ട രീതികളെക്കുറിച്ച് ചോദിക്കണം. ആ മുതിർന്ന ആളുകൾ ഇപ്പോഴും അവരെ പഠിപ്പിച്ച അധ്യാപകരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ബഹുമാനവും ആദരവും ഒക്കെ ഇന്നത്തെ 80-കാരൻ അല്ലെങ്കിൽ 60-കാരൻ 70-കാരൻ അവരുടെ അധ്യാപകർക്ക് നൽകി നമുക്ക് കാണാൻ പറ്റും. അതൊരു വല്ലാത്ത ബന്ധമാണ്. ഒരു അധ്യാപകൻ വിദ്യാർത്ഥി എന്ന് പറയുന്ന ബന്ധം അതൊരു വല്ലാത്ത ബന്ധമാണ്. നമുക്ക് വിജ്ഞാനത്തിൻ്റെ വാതിലുകൾ തുറന്നു തരുന്ന ആളുകളാണ് അധ്യാപകർ. അധ്യാപകർക്ക് വലിയ സ്ഥാനമുണ്ട്. ആ അധ്യാപകരെ അപഹസിക്കുന്ന, അവരെ പരിഹസിക്കുന്ന, അവരെ എല്ലാവിധത്തിലും ഉപദ്രവിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഏറെ ഭയത്തോടു കൂടെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ വേണ്ടി പറയുന്ന വാചകമല്ല ഇത്. എന്തുകൊണ്ട് ആ വിദ്യാർത്ഥി അത്തരമൊരു തിന്മയിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ, അത്തരമൊരു വാക്ക് അവൻ്റെ നാവിൽ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അവൻ്റെ ബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. എന്തുകൊണ്ട് ആ ബോധം നഷ്ടപ്പെട്ടു? അവൻ ആവശ്യമില്ലാത്ത, മനുഷ്യന് യാതൊരു ഉപകാരവുമില്ലാത്ത, പരിശുദ്ധ ഇസ്ലാം ഹറാമാണ് എന്ന് പഠിപ്പിച്ച, നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ച മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ പിന്നാലെ ആ കുട്ടികൾ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള തിന്മകളുമായി കൊണ്ട് നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്ത് മാഇദയിലെ 90-ാമത്തെ ആയത്ത് പ്രത്യേകിച്ച് കുട്ടികളൊന്ന് എഴുതി വെച്ച് പഠിക്കേണ്ട ആയത്താണ്. എന്താണ് ആയത്തിൽ അള്ളാഹു പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു എന്ന അഭിസംബോധന നടത്തി ഒരു കാര്യം പറയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞ വാചകമാണ്, യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചാൽ ആ വിളി കേൾക്കേണ്ടവരാണ് നമ്മളെയാണ് വിളിക്കുന്നത്. അതിൽ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ സ്ത്രീകളെന്നോ ഒന്നും വ്യത്യാസമില്ല. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസം സ്വീകരിച്ചവരെ. എന്താണ് അള്ളാഹു പറയുന്നത്? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. പല കാര്യങ്ങളെയും അള്ളാഹു എണ്ണി പറഞ്ഞു. ഖംർ എന്ന് പറഞ്ഞാൽ മദ്യമെന്നാണ്. ചൂതാട്ടത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ അമ്പെറിയുന്നതിനെ കുറിച്ച്, അതൊക്കെ ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നേരിട്ട് അള്ളാഹു പറയുന്നത് ഖംർ, മദ്യമെന്ന് പറയുന്നത് നിഷിദ്ധമാണ്. അത് പൈശാചികമാണ്. റിജ്സ് എന്നാണ് പ്രയോഗിച്ചത്. റിജ്സ് എന്ന് പറഞ്ഞാൽ മ്ലേച്ഛം എന്നാണ് അർത്ഥം. അത് പൈശാചികമായ പ്രവർത്തി. അതുകൊണ്ട് അതുമായി ഒരു വിശ്വാസിക്ക് ബന്ധപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിമായ ഒരു കുട്ടി അവൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? മദ്യവുമായി ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച മറ്റൊരു വാചകം അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്. അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്. എന്താ വാചകത്തിന്റെ അർത്ഥം? എന്ന സർവ്വ മ്ലേച്ഛതകളുടെയും മാതാവാണ് മദ്യം എന്നാണ്. നമ്മളെ എല്ലാ തെറ്റിലേക്കും കൊണ്ടുപോകുന്ന മദ്യമാണ്. ഒരു മനുഷ്യൻ മദ്യപിച്ചാൽ അവൻ്റെ ബോധം നഷ്ടപ്പെടും. അവൻ്റെ ആ ഒരു യഥാർത്ഥ അവസ്ഥയിൽ അവൻ മാറും. എന്നിട്ട് അവൻ തോന്നിയത് പ്രവർത്തിക്കും. പ്രവാചകൻ പറഞ്ഞു, ലാ തശ്റബുൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാ. എന്താ ഹദീസ്? ലാ തശ്റബുൽ ഖംറ, നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല. കാരണം എന്താ? ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ. മിഫ്താഹ് എന്നുള്ള പദം അറബി പഠിക്കുന്ന കുട്ടികൾക്കറിയാം. ചാവിക്കാണ് പറയാ, പൂട്ട്. മിഫ്താഹ് എന്ന് പറഞ്ഞാൽ താക്കോലിനാ പറയാം. എന്താ ഈ ഹദീസിലെ വാചകം? എന്താ? മിഫ്താഹു കുല്ലി ശർരിൻ, എല്ലാ തിന്മകളുടെയും ചാവിയാണ്, എല്ലാ തിന്മകളുടെയും പൂട്ടാണ്. അത് തുറന്നാലേ, കള്ള് കുടിച്ചാൽ എന്താ, ഒരു കതക് തുറന്ന് ഉള്ളിൽ കയറിയാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അതൊക്കെ കാണാൻ പറ്റും. അതേപോലെ തിന്മകളുടെ ചാവിയാണെന്ത്? കള്ള് എന്നുള്ളത്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ലഹരി ഉണ്ടാക്കുന്ന കുല്ലു മുസ്കിരിൻ ഖംറുൻ വ കുല്ലു മുസ്കിരിൻ ഹറാമുൻ. ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഖംറാണ്. ലഹരി ഉണ്ടാക്കുന്ന, മനുഷ്യനെ മത്തുണ്ടാക്കുന്ന, മനുഷ്യൻ്റെ സ്വബോധമായ അവസ്ഥയിൽ അവനെ മാറ്റുന്ന എല്ലാം ഖംറാണ്. അത് ഉപയോഗിക്കാനേ പാടില്ല, അത് ഹറാമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ അടുക്കിലേക്ക് പല ആൾക്കാരും വരും, പലതും പറയും, പലതും നമുക്ക് നൽകും. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു മുസ്ലിമായ ഒരാൾ അതുമായി ബന്ധപ്പെടാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
സ്വന്തം മാതാവിനെ മദ്യത്തിൻ്റെ പുറത്ത്, മയക്കുമരുന്നിൻ്റെ പുറത്ത് അടിച്ചു കൊന്നവൻ ഇനി എങ്ങനെ അവൻ ഈ സമൂഹത്തിൽ ജീവിക്കാം? എങ്ങനെയായിരിക്കും സമൂഹം അവനെ നോക്കിക്കാണുക? നമ്മൾക്കാണ് ആ അവസ്ഥ വരുന്നത് എങ്കിൽ നമ്മുടെ ഉപ്പാക്ക് നേരെ, നമ്മുടെ ഉമ്മാക്ക് നേരെ, നമ്മുടെ അധ്യാപകന് നേരെ, നമ്മുടെ സഹോദരിക്ക് നേരെ, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നേരെ മോശമായ ഒരു വാക്ക് നമ്മൾ ഉപയോഗിച്ചാൽ, അതിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നാൽ എന്തേക്കാരം നമ്മളെ അവസ്ഥ? അതുകൊണ്ട് അത്തരം തിന്മകളിൽ നിന്ന് വിദ്യാർത്ഥികൾ അകന്നു നിൽക്കണം. വിദ്യാർത്ഥികൾ മാത്രമല്ല, മുതിർന്ന ആളുകൾ മാറി നിൽക്കണം. മുസ്ലിമായ ഒരു മനുഷ്യൻ, മുസ്ലിങ്ങളായ ആളുകൾ അത്തരത്തിലുള്ള തിന്മകളിൽ പെടാൻ പാടില്ല. അതുകൊണ്ട് ഇസ്ലാം നമുക്ക്, നിങ്ങൾ മദ്യം സേവിക്കുന്ന സദസ്സിൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? ഹാജരാകാൻ പാടില്ല എന്നാണ്. മദ്യം കുടിക്കുന്ന ഒരു സദസ്സുണ്ട് എങ്കിൽ, ഞാൻ കുടിക്കുന്നില്ല പക്ഷെ ഞാൻ അവിടെ പോകാൻ പാടില്ല എന്നാണ്. മദ്യവുമായി ബന്ധപ്പെട്ട 10 ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചു എന്ന് പറയുന്ന ഹദീസ് നമുക്ക് കാണാൻ പറ്റും. മദ്യം വയറ്റിലിരിക്കെ മരിച്ച മനുഷ്യവൻ ജാഹിലിയത്തിൽ മരിച്ചവനെ പോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാൻ പറ്റും. എത്ര ഹദീസുകളാണെന്നറിയാം മദ്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്ന, മദ്യം തിന്മയാണ് എന്ന് പഠിപ്പിക്കുന്ന. അതുകൊണ്ട് ഇന്നത്തെ തലമുറ ആ ഒരു വിഷയത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്. അവർക്ക് വളരെ നിസ്സാരമായിക്കൊണ്ടാണ് അത്തരം കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാരണം തിന്മകൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എന്ത് വേണം? ഇസ്ലാം പാടില്ല എന്ന് പഠിപ്പിച്ച, ഇസ്ലാം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ തിന്മകളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുകയും ധാർമ്മികതയുള്ള, സംസ്കാരമുള്ള, നല്ലവരായി വളരാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരികൾ, നമുക്ക് നേതൃത്വം നൽകിയ ആളുകൾ, നമ്മൾക്ക് അറിവ് പകർന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഒരു സഹോദരൻ്റെ മാതാവ് മരണപ്പെട്ടു. ആ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് വസിയത്ത് നൽകിയിട്ടുണ്ട്. അല്ലാഹു ആ സഹോദരൻ്റെ ഉമ്മയുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു അവരെ സ്വർഗം നൽകി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയ്യാ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.